Hello everyone, welcome to Vanjanad Kitchen. I am Chef Vinod. And today, in celebration of 1K subscribers, we'll be making a delicious chocolate cake and cupcakes. ചോക്ലേറ്റ് കേക്കിന് വേണ്ടി 500 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്, 500 ഗ്രാം ക്ലാരിഫൈ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാം. ഷുഗറും ബട്ടറും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ബൗളിൽ പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ചീഞ്ഞതാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സർ കേടായി പോകത്തില്ലേ, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന ഷുഗറിലും ബട്ടറിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും ബട്ടറും ഷുഗറും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഫ്ലവർ ചേർക്കാം. പ്ലെയിൻ ഫ്ലവർ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 400 ഗ്രാം പ്ലെയിൻ ഫ്ലവർ, 100 ഗ്രാം കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. നന്നായിട്ടൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിരിക്കുന്ന ബാറ്ററിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ബാറ്ററിലേക്ക് നമുക്ക് 1 പിഞ്ച് സോൾട്ട് ഇടാം. 1 ഡ്രോപ്പ് വാനില എസൻസ്, ഒന്നല്ല ഒരു 2-3 ഡ്രോപ്പ്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് അടിപൊളി കേക്ക് ആവും. നല്ല ഫ്ലഫി ആയിട്ട് വരും കേക്ക്. നന്നായിട്ട് ഫോൾഡ് ചെയ്യും തോറും കേക്കിൻ്റെ ടെക്സ്ചർ അടിപൊളി ആയിക്കൊണ്ടിരിക്കും. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ നമുക്ക് ബട്ടർ പുരട്ടി ബാറ്റർ നമുക്ക് ഒഴിക്കാം. ബട്ടർ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു പാസ്മിൻ പേപ്പർ കൂടി ഇടാം. ബട്ടർ പുരട്ടുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കേക്കിൻ്റെ മിക്സർ നമ്മളത് സ്റ്റിക്കായിട്ടിരിക്കുന്നില്ല, ഇളകി വരാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ബാറ്റർ, ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പം 2 ട്രെയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ട്രെയിലോട്ട് നമ്മുടെ മിക്സർ ഒഴിക്കാം. നേരെ ഹാഫ് ഒഴിച്ചാൽ മതി. ഓവൻ നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ലെയറിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 കേക്കിൻ്റെ മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓവനിലോട്ട് ഇടാം. ഒരു 35 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ. Now it's time to make cupcakes. So let's start. Johnny? Now it's Bettina Daisy's turn. Okay, Johnny. Great job, everything, Daisy. Thank you, Johnny. കേക്ക് നമുക്കൊരു നീഡിൽ കൊണ്ട് കുത്തി നോക്കാം. എങ്ങും സ്റ്റിക്കായിട്ടില്ല. ദാറ്റ് മീൻസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമുക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് സോസും വിപ്പിംഗ് ക്രീമും റെഡിയാക്കാം. കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്രീം ഒഴിക്കാം. നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം വിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയും വിപ്പ് ചെയ്താൽ ഓവർ വിപ്പായി പോകും.
നമ്മൾ ഹോൾഡ് ചെയ്താൽ താഴെ വീഴരുത്. അതാണ് ക്രീം വിപ്പ് ചെയ്തെടുക്കേണ്ട കൺസിസ്റ്റൻസി. 3, 2, 1. ബൂം. Yay! I eat the blue ones. കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ് ചോക്ലേറ്റ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആ സോസ് പാനിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിക്കുന്നു. അടുത്ത സോസ് പാനിൽ നമ്മൾ ചോക്ലേറ്റ് ഇടുന്നു. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ക്രീമും ബട്ടറും ഒഴിച്ച് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ക്യൂബ് ബട്ടർ ഇടാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അര കപ്പ് ഡബിൾ ക്രീം ഒഴിക്കാം. ചോക്ലേറ്റിൽ ബട്ടറും ക്രീമും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബട്ടർ ഇട്ടുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഗ്ലേസിങ് കാണുന്നത്. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. കേക്ക് നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. എങ്ങും സ്റ്റിക്കായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വിപ്പിംഗ് ക്രീമും ഗനാഷും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം പൈപ്പിംഗ് ബാഗിലോട്ടിടാം. കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ഒഴിച്ച് നമുക്ക് ഒരു ലെയർ ഇടാം ആദ്യം. അതിലേക്ക് നമുക്ക് വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം ഇടാം. അതിലേക്ക് നമുക്ക് അടുത്ത ലെയർ വെക്കാം. ആവശ്യത്തിന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അതിലേക്ക് നമ്മൾ ഐസിങ് ഷുഗർ കൂടി ഇട്ടാൽ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നമ്മളിന്ന് 1K കടന്നിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അതിന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ടോണി, വാട്ട് യു ഗോയിങ് ടു സേ? താങ്ക് യു. Thank you for all your love and support. Yep. ഇതെന്റെ ഫാമിലിയാണ്. അനു, എൽവിന, ബർട്ടിന, ജോണി, പിന്നെ ബിനോജ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Yeah, 1 minute. Okay, man. Say thank you, Anu. Thank you. Thank you. I want to eat that one. You already eat that one. Yummy. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി Only the raspberry. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ അനിയനും അനിയൻ്റെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നാണ്. ഇനി അവരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതെൻ്റെ അനിയൻ ഡെൻസിൽ. ഇത് ഡെൻസിലിൻ്റെ ഫ്രണ്ട്സാണ് ഇതെല്ലാവരും. ഈ കേക്ക് ഇതെൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്, വിഷ്ണു. എൻ്റെ ചാനലിലെ ഏറ്റവും പുറകിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് വിഷ്ണു. ഇത് വിഷ്ണുവിന് വേണ്ടി ഞാൻ കഴിക്കുകയാണ്. വിഷ്ണു നാട്ടിലാണ്.
Okay, this one. I'll take this one. Take it, please. Okay. And got this one. My one I iced myself. Okay. My dad helped me to make this one. He helped me to do this first thing. And my sister helped me to do the gooey chocolate bits. Yeah. Mm-hmm. Thank you. Thank you, Ron. You're welcome. Johnny. Thank you. Blueberries, I don't Delicious. like them. They have juice. Blueberry have juice. 100 out of 100. Thank you. Very good. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ Please Like, share, and subscribe. Also turn on the notification bell so you never miss another video again. താങ്ക് യു വെരി മച്ച്